ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം രാവണ ശുഖ സംവാദം മുതൽ രാവണൻ്റെ പടപ്പുറപ്പാട് വരെയുള്ള ഭാഗത്തിൻ്റെ പാരായണം. രാവണ ശുഖ സംവാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച വിമാന വിരോധം പരുത്തിയാരോധവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു സുഖൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ. രാക്ഷസരാജ പ്രവരാജയാജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ. സിന്ധുതൻ ഉത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാഥം കേട്ടു. ദൂതൻ അവധ്യൻ അയപ്പിന്നയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരൻ അനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക. സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലാകിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നോ പറയണം. എന്തോ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവും ആശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ. സുഗ്രീവലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവി പുങ്കവപാലിതം. പർവ്വത സന്നിവന്മാരായ വാനരർ ഉർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും. ഹൂങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ. 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൾ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ.
അങ്കദനാകും ഇളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചർക്ക സമപ്രഭൻ വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപമൻ തൽപാർശ്വതീംനി നിൽക്കുന്നതു വാതജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ പമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളൻ അതിനങ്ങേതു ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമുദൻ വിനദനും വീരൻ വിഷവൻ വികടൻ വിശാലനും മാരുതീതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദി ശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായിരുപത്തൊന്നു വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മാനുഷനല്ലാതിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണൻ ആയതനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വഗ്മാംസമേധാസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ അന്തജടാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്തേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകജര മരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മന കണ്ടു തെളിയുക നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗ്രഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സുഖരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൾ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവൻ ഓർക്ക മഹാമതേ പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ തമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ
സീതയെ രാമനു കൊണ്ടേ കൊടുത്തുതൽ പാദപത്മാനു ചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായികിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു, നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപൂണം വിഭീഷണസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം സുഖവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാത്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രമം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം. പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്കതു കൊണ്ടു ഞാൻ. എന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം പുക്കിരുന്നീടിനാൻ. ശുകന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാദികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരെ. നിർജ്ജരവൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ. എന്തോന്നു നല്ലു സുഖാപകാരത്തിനെന്നന്തരവും പാർത്തു പാർത്തിരിക്കും വിധോ. കുംഭോത്ഭവനാം അഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ. സംഭോജിതനാം അഗസ്ത്യതപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ. സ്നാതും ഗതേ മുനോ കുംഭോത്ഭവേ തഥാ യാതുദാനാധിപൻ വജ്രദംഷ്ടാസുരൻ. ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശുകനോടു മന്ദഹാസാന്വിതം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടുമിഷ്ടമായുണ്ണേണമെന്നു നമുക്കെടോ. ശാഖമാംസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ. എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തഭൂവൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രമീതെന്തൊരു കാരണം. മാംസോത്തരം ഭുജിക്കണമെനിക്കെന്നു ശാസനം ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതീനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തമീതെന്നോടു ചൊല്ലണം. എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമേ ദിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ജസാ ഞാനതു കേട്ടിതു ചെയ്തതും.
ഇത്തം സുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൽക്കാമ്പു കൊണ്ടു കണ്ടോരളവുൽത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയമ്പതയാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാൽ ഊനം വരാവിധി തന്മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലതോ വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവ നിഷ്ഠനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയേ ലങ്കാപുരാന്തികെ. നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണന് ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവം അശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തം അനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം.